ഹലോ, എല്ലാവർക്കും മരിയൻസ് കിച്ചൻ റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന അന്ന് കിടിലൻ ടേസ്റ്റുള്ള ഒരു ഓറിയോ മിൽക്ക് ഷേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാല് കട്ടയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ജ്യൂസ് അടിക്കുന്ന മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് 1/2 സ്പൂൺ കൊക്കോ പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടിയത് ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ്. ഞാനിവിടെ ചോക്ലേറ്റ് ഫ്ലേവറുള്ള ഓറിയോൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ബിസ്ക്കറ്റ് എടുക്കുക കേട്ടോ. ചിലർക്ക് ബ്ലാക്ക് കളറുള്ളതായിരിക്കും കിട്ടുക, അപ്പോൾ അതെടുക്കുക. അത് ഞാനിവിടെ 5 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിലേക്ക് നമുക്ക് ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീമോ അല്ലെങ്കിൽ വെനില ഐസ്ക്രീമോ ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. അടിച്ചെടുത്തത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മുക്കാൽ ഭാഗമാണ് നിറയ്ക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഐസ്ക്രീമും ഓറിയോ ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. അത് നിങ്ങളുടെ ഒരു ടാലൻ്റ് അനുസരിച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്